നമുക്ക് ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. എത്തിക്സ് ഈസ് ഒപ്റ്റിക്സ്. ധാർമ്മികത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് കാഴ്ചയുടെ ശാസ്ത്രമാണ്. ഈ വേദഭാഗം നമുക്കെല്ലാവർക്കും അറിയാം. ഈ പത്രോസും കൂട്ടരും തിബരിയാസ് കടൽക്കരയ്ക്ക് വീണ്ടും പോകുന്നതാണ്. ശിമോനും ദിദിമോസും നഥനയേലും സെബദി മക്കളും വേറെ 2 ശിഷ്യന്മാരും കൂടെ ഒരുമിച്ച് തിബരിയാസ് കടൽക്കരയ്ക്കിലേക്ക് വീണ്ടും പോവുകയാണ്. ആ തിബരിയാസ് കടൽക്കരയ്ക്കിൽ ചെല്ലുമ്പോൾ കർത്താവ് അവരെ കാണുകയാണ്. അന്നേരം നിങ്ങൾക്കറിയാം, ദിസ് ഈസ് ദ പോസ്റ്റ് റെസറക്ഷൻ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ദ പോസ്റ്റ് റെസറക്ഷൻ അപ്പിയറൻസ് ആണ്. ഈ തിബരിയാസ് കടൽക്കരയ്ക്കിൽ ചെല്ലുമ്പോൾ അവിടെ നടക്കുന്ന ചില കാര്യങ്ങളാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുന്നത്. ഇതിനെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 5 അധ്യായവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ പല സാധർമ്യങ്ങളുമുണ്ട്. വളരെ സെയിമായിട്ട് തോന്നും. പത്രോസും കൂട്ടരും തിബരിയാസ് കടൽക്കരയിൽ മീൻ പിടിക്കാൻ പോയി, ലൂക്കോസിൻ്റെ സുവിശേഷം 5 അധ്യായത്തിൽ. പക്ഷെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് ഒരു മീനെ പോലും കിട്ടിയില്ല. ഈ തിബരിയാസ് കടൽക്കരയ്ക്കിലും ഗോൽഗോഥായിൽ നിന്ന് ഇറങ്ങിപ്പോയ ശിഷ്യന്മാർ രാത്രി മുഴുവൻ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരിക്കുന്ന 2 അനുഭവങ്ങൾ. ആ 2 അനുഭവങ്ങളെ അവർ കാണുമ്പോൾ, നോക്കുമ്പോൾ അവരുടെ ഉള്ളിലൂടെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ അളവ് അവർ തിരിച്ചറിയുകയാണ്. ഇനി വീണ്ടും നമ്മൾ ആ വേദഭാഗം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, കർത്താവ് ചോദിക്കുന്നുണ്ട്, 2 ഇടത്തും ചോദിക്കുന്നുണ്ട്, കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, 2 ഇടത്തും ഒന്നുമില്ല, മീനെ കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ കൂട്ടാൻ കൊടുക്കുന്നു? കിട്ടിയിട്ടില്ല. അത് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന സംഗതി, ജീവിതത്തിൻ്റെ കഠിനതകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കുന്ന ദൈവം തമ്പുരാനുണ്ട് എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ കഠിനതകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളതാണ്. ഇതാണ് നമ്മൾ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മീനെ കിട്ടുന്നതുമൊക്കെയാണ് അതിൻ്റെ ആദ്യത്തെ ഭാഗം. അത് കഴിഞ്ഞതിന് ശേഷം കർത്താവ് ശിമോൻ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. പ്രാതലുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ശിമോൻ പത്രോസിനോട് ചോദിക്കുന്ന വളരെ പെർട്ടിക്കുലറായിട്ടുള്ളൊരു ചോദ്യമാണ്. ശിമോൻ പത്രോസേ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? നിങ്ങൾ ഇവരിൽ അധികമായി, അല്ലെങ്കിൽ ഇവയിൽ അധികമായി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമുക്കറിയാം, ഈ ചോദ്യത്തിനകത്ത് ഒരു ഓണ്ടോളജിക്കൽ ഡയമെൻഷനും ഉണ്ട്, ഒരു എക്സിസ്റ്റൻഷ്യൽ ഡയമെൻഷനും ഉണ്ട്. ഓണ്ടോളജിക്കൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നീ ഈ ലോകത്തിലുള്ള വസ്തുക്കളെ കാണുന്നത് എങ്ങനെയാണ്? സോ ത്രൂ ദ ഐസ് ഓഫ് ഗോഡ്, ഓർ in the light of your ontological connections with God the Father, Son and the Holy Spirit, how do you look at things that are visible to you? അതാ ചോദ്യം.
രണ്ടാമത്തേതെന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ ചോദ്യമാണ്. എക്സിസ്റ്റൻഷ്യൽ ചോദ്യം എന്ന് പറഞ്ഞാൽ, നിനക്കിപ്പോൾ നല്ല മീൻ കിട്ടി, നല്ല പെരുത്ത മീൻകൂട്ടം കിട്ടി. ഒപ്പം തന്നെ നല്ല പെരുത്ത മീൻകൂട്ടം കിട്ടിയെന്ന് മാത്രമല്ല, ഇപ്പം കർത്താവിനെ എന്നെ കാണുകയും ചെയ്തു, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുകയും ചെയ്തു. അന്നേരം നീ ഈ മീനെക്കാട്ടിലും എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാ ചോദ്യം. എന്തുകൊണ്ടായിരിക്കും ആ ചോദ്യം ചോദിച്ചത്? അത് ചോദ്യം ചോദിച്ചതിൻ്റെ കാരണം നമുക്കറിയാം. ഈ ഗനസരത്ത് തടാകത്തിൻ്റെ മുമ്പ് വെച്ച് പത്രോസിനെ കർത്താവ് വിളിക്കുന്നുണ്ട്. പത്രോസ് കർത്താവിനെ വിളിക്കുന്നത് നിങ്ങൾക്കറിയാം. ആ ഹോൾ ഇവൻ്റ് നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം പത്രോസ് വലയും വള്ളവും ഉപേക്ഷിച്ചിട്ട് കർത്താവിനെ അനുഗമിക്കുകയാണ്. There was a journey of ascent. That was a journey of ascent. ഒരു യേശുവിനെ അനുഗമിക്കുന്ന ഒരു അനുഭവമാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, യേശു കർത്താവിനോടുകൂടെ ചേർന്ന് അവൻ കുരിശിലേക്ക് പോകുന്നുണ്ട്. കുരിശിലേക്ക് പോകുമ്പോഴും കുരിശിൻ്റെ ചുവട്ടിൻ്റെയോ അല്ലെങ്കിൽ അടുക്ക കൂടെ ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ there was a journey of descent in his life. അവിടെ ചെല്ലുന്നുണ്ടെ ഒരു വേലക്കാരത്തി പെണ്ണിൻ്റെ മുന്നേ വെച്ച് പറയുന്നുണ്ട്. സാധാരണ ഒരു ഇൻഫ്ലുവൻഷ്യലായ റോമ പട്ടാളക്കാരൻ്റെ മുന്നേ വെച്ച് പറഞ്ഞാലും വേണ്ടിയില്ല. പക്ഷേ ഒരു വേലക്കാരത്തി ഒന്നും ചോദിക്കുന്നൊന്നുമില്ല. വേലക്കാരത്തി ചോദിക്കുന്നു, ഇവനല്ലേ അവൻ്റെ കൂട്ടത്തിൽ, ഇവൻ്റെ വർത്താനവും ഇവനെ കണ്ടിട്ടും അതുപോലെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ ആരെ തള്ളി പറഞ്ഞു? യേശുവിനെ തള്ളി പറഞ്ഞു. സോ there was a movement of descent that happened in his life. ഇനി നമ്മൾ നോക്കിയാൽ അറിയാം, ഒന്നാമത്തെ ദിവസം തന്നെ ഇവർ കണ്ടതാണ്. ആരെ കണ്ടു? ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടതാണ്. ദേ experienced the real presence of the resurrected Christ on the same day, yet they made a descent journey. അവർ ഒന്നാമത്തെ ദിവസം തന്നെ അവർ കർത്താവിനെ കണ്ടതാണ്. എന്നിട്ടും ഇവർ എന്താ വിചാരിച്ചു? ദൈവം പോയി, കർത്താവ് പോയി, ഇനി നമുക്ക് നമ്മുടെ പഴയ പണിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കർത്താവിനെ കണ്ടവരും കർത്താവിനോട് കൂടെ പോയവർക്കും ഭവിക്കാവുന്ന ഒരു പ്രതിസന്ധിയാണ് ഏതെന്നറിയാമോ? ടെംപ്റ്റേഷൻ ടു ഹാവ് എ ഡിസെൻറ്റ് ജേണി. ടെംപ്റ്റേഷൻ ടു ഹാവ് എ ഡിസെൻറ്റ് ജേണി, എ ജേണി ഓഫ് ഡിസെൻറ്റ്. നമ്മളെല്ലാവരും വിചാരിക്കും വളരെ ഭദ്രതയോടുകൂടി ഇരിക്കുന്നവരാണെന്ന് നമ്മൾ വിചാരിക്കും. ഭദ്രതയോടുകൂടി ആണെന്ന് വിചാരിക്കുമെങ്കിലും അങ്ങനല്ല. എന്തുകൊണ്ട്? ദൈവത്തെ കണ്ടിട്ടുള്ളവരാണെങ്കിലും ദൈവത്തോടു കൂടെ ചേർന്ന് സഞ്ചരിച്ചിട്ടുള്ളവരാണെങ്കിലും നമ്മുടെ ദർശനം അല്ലെങ്കിൽ കാഴ്ച മോശമായിപ്പോയാൽ എന്ത് പറ്റുമെന്നറിയാം? ദർ ഈസ് എ പോസിബിലിറ്റി ടു ഹാവ് എ ജേർണി ഓഫ് ഡിസെൻറ്റ്. വേറൊരു വഴിയിലൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. എ പോസിബിലിറ്റി അതിനകത്തുണ്ട്. അന്നേരം കർത്താവ് ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് അവനോട് ചോദിക്കുന്നത്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവയിലെല്ലാം അധികമായി എന്നെ നീ സ്നേഹിക്കുന്നു. കർത്താവിനറിയാം പത്രോസ് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട്. ഹി ന്യൂ ഇറ്റ് വെരി വെൽ. അത് കർത്താവിന് നല്ലതുപോലെ അറിയാം. പക്ഷെങ്കിൽ sometimes he failed to see the reality through Christ's eyes, through the lens of Christ. അവൻ്റെ ജീവിതത്തിനകത്ത് ചില അവസരങ്ങളിൽ ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ അല്ലാതെ അവൻ കാര്യങ്ങളെ കണ്ടിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ അല്ലാതെ അവൻ കാര്യങ്ങളെ കണ്ടപ്പോഴൊക്കെ അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്? അവനൊരു ജേർണി ഓഫ് ഡിസെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് അവനോട് ചോദിക്കുന്നത്, ഡു യു റിയലി ലവ് മീ ദാൻ ദീസ്? നീ എന്നെ ഇതിലും അപ്പുറമായി സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിനകത്തും പലപ്പോഴും ഈ ഗ്ലിറ്ററിങ് അട്രാക്ഷൻസ് ഔട്ട്സൈഡ് may tempt us to see
through our own naked eyes than the eyes provided by Christ. നമ്മളെല്ലാവരും മനുഷ്യരായതുകൊണ്ട്, മനുഷ്യരും ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് നമുക്കും സ്വാഭാവികമായിട്ട് എന്തോ ഉണ്ടാകാം, നമ്മുടെ കണ്ണ് കാണാൻ ഭംഗിയുള്ളതിലേക്കും തിന്മാൻ രുചിയുള്ളതിലേക്കും നമ്മുടെ കണ്ണും ജീവിതമൊക്കെ പോകാം. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, നിനക്ക് അസെൻഡ് ജേണിയുമുണ്ട്, ഡിസെൻഡ് ജേണിയുമുണ്ട്. അതിനകത്ത് ഇനി നിനക്കൊരു അസെൻഡ് ജേണി പോസിബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇനി നിനക്ക് ഒരു അസെൻഡ് ജേണി പോസിബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്, ഈ ദൈവത്തോടുള്ള ബന്ധത്തിൽ, ഓണ്ടോളജി എന്നൊന്നും ഞാൻ അധികം പറയുന്നില്ല, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിനക്ക് ഈ സമൃദ്ധിയെ കാണാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ അയർലൻഡിലാണല്ലോ ഇരിക്കുന്നത്. ഉറക്കം വരുന്നുണ്ടോ? അതോ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് അങ്ങ് ഉറങ്ങാൻ തുടങ്ങിയാന്നോ? അതായത് അയർലൻഡിൽ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്തൊക്കെ വരാം, അല്ല എന്തൊക്കെ കാണാം, എല്ലാം ഒന്നും എനിക്കറിയത്തില്ല, എന്തൊക്കെ കാണാം. നമുക്ക് നല്ല സമൃദ്ധി കാണാം, അല്ലേ? പിന്നെ നമുക്ക് നല്ല സാൽമണെ കാണാം, അല്ലേ? സമൃദ്ധി കാണാം, സാൽമണെ കാണാം, പിന്നെ പലതും നിങ്ങൾ കാണുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യം, ആർ യു ഏബിൾ ടു സീ ഓൾ ദീസ് ത്രൂ ക്രൈസ്റ്റ് ലെൻസ്? ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ കാണാൻ പറ്റുമോ? അങ്ങനെ ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ കാണാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു അസെൻഡ് ജേർണി പോസിബിൾ ആകത്തുള്ളൂ. അസെൻഡ് ജേർണി പോസിബിൾ ആകത്തുള്ളൂ. അതാണ് ഈ വേദഭാഗത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ ഞാൻ കൂടുതൽ വർത്തമാനം പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. അങ്ങനെങ്കിൽ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, യോഹന്നാൻ്റെ മകനായ ശിമോനെ, I am faithful to you. I vindicated your faith. എനിക്കറിയാം, on the cross you all shattered. You were ostracized. You were rejected. And you were marginalized. I didn't find any fault with you for your rejection. But I vindicated your faith through my own post-resurrection experience, post-resurrection appearance several times. Even though you experienced that post-resurrection appearance of me, now there is a possibility for you to see the things through your own eyes than the inner eye that I gave you. അതുകൊണ്ട് എല്ലാ മനുഷ്യരിലും ഉണ്ടാകാവുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. പത്രോസ് വലിയ മിടുക്കനാണ്. പത്രോസ് തള്ളിപ്പറഞ്ഞതിലൊന്നും കർത്താവിന് കുറ്റപ്പെടുത്തുന്നില്ല. പത്രോസ് അവിടെ നിന്ന് താഴോട്ട് വന്നതിനകത്തും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ കർത്താവ് ചോദിക്കുന്നത്, നിനക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ സമൃദ്ധിയിലാണോ നിൻ്റെ കണ്ണുടക്കുന്നത്, അതോ ഈ സമൃദ്ധി തന്ന ദൈവം തമ്പുരാനിലാണോ നിൻ്റെ കണ്ണുടക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മളോട് ദൈവം തമ്പുരാൻ പറയുന്നത്, സമൃദ്ധിയല്ല, അതിനപ്പുറമായി സമൃദ്ധി തന്ന ദൈവം തമ്പുരാനിൽ നമ്മുടെ കണ്ണുടക്കണം. ദൈവം തമ്പുരാനിലൂടെ നമുക്ക് കാണാൻ കഴിയണം. ഇനി കർത്താവ് അപ്പം നുറുക്കിയപ്പോൾ അവർ എന്തോ കണ്ടു. എമ്മോസിലേക്കുള്ള യാത്രയിൽ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച നമ്മൾ കണ്ടതാണ്. എന്തോ കണ്ടു? ആണിപ്പഴുതുള്ള കർത്താവിൻ്റെ കരം അവർ കണ്ടു. ആണിപ്പഴുതുള്ള കർത്താവിൻ്റെ കരം അവർ കണ്ടു. സഭയ്ക്ക് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന, ദൈവം തമ്പുരാനെ എപ്പോഴും ഓർക്കുവാനും അവൻ്റെ ആണിപ്പഴുതിലൂടെ ഒഴുക്കിയ രക്തവും വെള്ളവും സ്മരിക്കുവാനും ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന രണ്ട് കൂദാശകളാണ്. ഒന്ന് ഏതെന്നറിയാം? വിശുദ്ധ മാമോദിസയും മറ്റൊന്ന് വിശുദ്ധ കുർബാനയും. വിശുദ്ധ കുർബാന ഇത് ഞാൻ പറഞ്ഞതല്ല, 5-ാം നൂറ്റാണ്ടിലെ സഭാപിതാവായിരിക്കുന്ന വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞതാണ്.
അതുകൊണ്ട് സഭ നിൽക്കുന്നത് കർത്താവിൻ്റെ വിലാപ്പുറത്തുകൂടെ ഒഴുകിയ രക്തവും വെള്ളത്തിലൂടെയാണ്. അങ്ങനെങ്കിൽ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ കർത്താവിനോടുകൂടെ ചേർന്ന് കർത്താവിൻ്റെ തിരുശരീരമാകുന്ന സഭയിൽ കർത്താവിൻ്റെ കൃപ അനുഭവിച്ച് ജീവിപ്പാൻ നമ്മൾ ഒരുമ്പെടുമോ എന്നുള്ളതാണ്. അതാ കർത്താവിനോട് ചോദിക്കുന്നത്. ആർ യു ഡെയർ ടു കണ്ടിന്യൂ യുവർ ഫെയ്ത്ത് ജേർണി വിത്ത് മീ? എന്നോടുകൂടെ ചേർന്ന് നിനക്ക് ഈ വിശ്വാസയാത്ര തുടരാനായിട്ട് കഴിയുമോ? അതാ കർത്താവ് ചോദിക്കുന്നത്. യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. മൂന്നാമത്തെ പ്രാവശ്യം അവൻ പറയുന്നുണ്ട്, കർത്താവേ നിനക്കെല്ലാം അറിയാം, നിനക്കെല്ലാം അറിയാം. നിനക്കെല്ലാം അറിയാമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവനെയും അവൻ ലഭിച്ച കാര്യത്തെയും കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ ഞാൻ ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിച്ചുള്ളൂ. എന്താണെന്നറിയാമോ? ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളോട് പറയുന്നത് എല്ലാ കാര്യങ്ങളെയും നമ്മൾ കാണേണ്ടുന്നത് ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ കാണണം. നിങ്ങൾ ഈ അയർലൻഡിൽ താമസിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കാണേണ്ടുന്നത് ആരുടെ കണ്ണിലൂടെ കാണണം? ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ കാണണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾക്കെല്ലാം അപ്പുറമായി ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്നതിനകത്തെ സന്തോഷം കാണും. അതാണ് ഈ പത്രോസും കൂട്ടരും കർത്താവിനോടുകൂടെ വീണ്ടും യാത്ര ചെയ്യാൻ. അങ്ങനെ യാത്ര ചെയ്തവർ റോമിൽ പോവുകയാണ്. അങ്ങനെ റോമിൽ പോയി സുവിശേഷ വേല നടത്തുകയാണ്. സുവിശേഷ വേല നടത്തി റോമിലും പോയി അന്ത്യോക്യയിലും പോയി. റോമിലും അന്ത്യോക്യയിലും പോയി സുവിശേഷ വേല നടത്തി. റോമിൽ വെച്ച് പത്രോസ് ആരായിട്ട് മാറുക? രക്തസാക്ഷിയായിട്ട് മാറുകയാണ്. അതും ഈ വേദഭാഗത്ത് കാണിച്ചിട്ടുണ്ട്. നിനക്കിപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ നിന്നെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകും. പക്ഷേ നീ പ്രായമായി കഴിയുമ്പോൾ നിന്നെ പിടിച്ചു കെട്ടി കൊണ്ടുപോകും. നിങ്ങൾ റോമിൽ ചെന്നാൽ അറിയാം, ഈ റോമിൽ പൗലുസിനെ കൊന്നത്, പൗലുസ് അധികം കഷ്ടപ്പെടാതാണ് മരിച്ചത്. കാരണം പൗലുസ് റോമാ പൗരനായിരുന്നതുകൊണ്ട് പൗലുസിനെ തലയിലേക്കൊരു തുണി ഇട്ടിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നതിനിടയ്ക്ക് തന്നെ തലവെട്ടി കൊല്ലുകയായിരുന്നു. എന്നാൽ പത്രോസിനെ അങ്ങനെയല്ല. പത്രോസിനെ വലിച്ചിഴച്ചുകൊണ്ട് പോയി പത്രോസിനെ ക്രൂശിക്കുക ചെയ്തത്. തന്നെ ക്രൂശിക്കുമ്പം പത്രോസ് പറയുന്നുണ്ട്, എന്നെ തറയ്ക്കേണ്ടുന്നത് കർത്താവിനെ തറച്ചതുപോലെയല്ല, തിരിച്ചായിരിക്കണം. അങ്ങനെ പത്രോസിനെ തിരിച്ചാ കുരിശി തറയ്ക്കുന്നത്. എന്തെല്ലാം ഹാർഡ്ഷിപ്പാണ് ആ മനുഷ്യനെ ഏൽപ്പിച്ചത്. അങ്ങനെങ്കിൽ കർത്താവ് ചോദിക്കുന്ന, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നത്, ആർ യു ഏബിൾ ടു സീ യുവർ ലൈഫ് ആൻഡ് യുവർ ലൈഫ് റിയാലിറ്റീസ് ആൻഡ് ഓൾ ബ്ലെസ്സിങ്സ് ആൻഡ് ഓൾ പാത്വേസ് ത്രൂ മൈ ഓൺ ലെൻസ്? ദാറ്റ് ഡെഫിനറ്റ്ലി വിൽ ഹെൽപ്പ് യു ടു മൂവ് വിത്ത് മീ ടു ദ അൺനോൺ, ഈവൻ ടു ദ വാലി ഓഫ് ഡെത്ത്. ഇത് പത്രോസിന് സ്വീകരിക്കുകയാണ്. അങ്ങനെ പത്രോസ് പോയി അനുഗ്രഹീതനായിട്ട് തീരുകയാണ്. ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. എന്താ പറഞ്ഞറിയാമോ? ഇന്നത്തെ ദിവസം കർത്താവ് നമ്മളോട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയാമോ? സീ എവ്രിതിങ് ത്രൂ ദ ഐസ് ഓഫ് ക്രൈസ്റ്റ്. സീ എവ്രിതിങ് ത്രൂ ദ ഐസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ എല്ലാത്തിനെയും കാണുക. അങ്ങനെ ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ എല്ലാത്തിനെയും കാണുമ്പോൾ എല്ലാറ്റിനും വേറൊരു മീനിങ് ആയിരിക്കും. നമ്മൾ ഈ ലോകം കാണുന്ന മീനിങ് ആയിരിക്കത്തില്ല, അതിനപ്പുറമുള്ള മീനിങ് ആയിരിക്കും. എനിക്കിന്നലെ വളരെ സന്തോഷം തോന്നി. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ മാഞ്ചസ്റ്റർ റെയിൽവേ അല്ലല്ലോ, എയർപോർട്ടിൽ വന്നു. മാഞ്ചസ്റ്ററിൽ എയർപോർട്ടിൽ വന്നപ്പോൾ അവിടെ നിന്ന് ആ മനുഷ്യൻ, എനിക്ക് വന്ന് എൻ്റെ ഈ മസ്നബ് സാഹിബൊക്കെ കണ്ടതുകൊണ്ടായിരിക്കും, അദ്ദേഹത്തിന് എന്നോട് 2 ചോദ്യം ചോദിക്കണമെന്ന് കണ്ട് വളരെ കാര്യമായിട്ട് അദ്ദേഹം പുറത്തിറങ്ങി വന്നിട്ട് ചോദിച്ചു, എവിടെയാണ് താമസിക്കുന്നത് എന്നോട് ചോദിച്ചു. എവിടെ താമസിക്കുന്നത് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു ഇന്ത്യൻ സിറ്റിസണാന്ന് പറഞ്ഞു. അന്നേരം ഇന്ത്യൻ സിറ്റിസണാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് വന്ന് പെട്ടെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, പാസ്പോർട്ട് കാണുമ്പോൾ എനിക്കറിയാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അന്നേരം ഞാൻ പറഞ്ഞു,
ഞാൻ പലയിടത്തും താമസിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അന്നേരം ഇദ്ദേഹത്തിന് അന്നേരത്തിന് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടിയിട്ട് അദ്ദേഹം ഈ ക്യാബിൻ്റെ പുറത്തോട്ടിറങ്ങി വന്ന് ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞു സാധാരണ അങ്ങനെ ചോദിക്കാറൊന്നുമില്ല, ചോദിപ്പിയതിങ്ങ് വിടുക. ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? റോമിൽ നിന്ന്. എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങോട്ടാണ് പോരുന്നത്. നിങ്ങളുടെ ഇവിടോട്ടാണ് വരുന്നത്. എത്ര ദിവസം അവിടെ താമസിക്കും? ഞാൻ പറഞ്ഞു നാളെ തിരിച്ച് വരും. നാളെ തിരിച്ച് വന്ന് ഇവിടെ താമസിക്കും. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു പള്ളിയിൽ പോവും. പിന്നെ എവിടെ പോവും? ഞാൻ പറഞ്ഞു പിന്നെ തിരിച്ച് റോമിൽ പോവും. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹം വളരെ ചിരിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു യു ആർ എ ബിഷപ്പ് അല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു ഓഫ് കോഴ്സ് യു ആർ ഡൂയിങ് വോളണ്ടറി വർക്ക്. അന്നേരം ഇത്രയും വരെ വന്നു കഴിഞ്ഞപ്പോഴത്തേനൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു എന്താ പറഞ്ഞു, ഈ ഇവിടെ വന്ന് ഇത്രയും ചോദിക്കുന്ന കാശ് വല്ലതും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ചോദിക്കുന്നു. അതോ അവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം. ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? യു ആർ വർക്കിംഗ് ഫോർ ദ ചേർച്ച് വോളണ്ടറിലി. ദാറ്റ് വാസ് എ ഗ്രേറ്റ് മെസ്സേജ് ഫോർ മീ. അതെന്താണെന്ന് ചോദിച്ചാൽ നിൻ്റെ ശുശ്രൂഷ സഭയ്ക്ക് വേണ്ടി ശമ്പളമല്ലാതെ പ്രവർത്തിക്കുന്ന ആളാണ്. ഉടനെ അദ്ദേഹം ഷോപ്പൊക്കെ ചെയ്തു, വളരെ സന്തോഷമായിട്ട് വിട്ടു. എന്നിട്ട് പറഞ്ഞ് ഇതിലെ അങ്ങോട്ട് പോയാൽ മതി, മറ്റിടത്തോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു. ഈ പ്ലെയിനെ കയറുന്ന ഇങ്ങോട്ട് വരുന്നിടത്ത് വേറൊരു ടെർമിനലിലോട്ട് പോകണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്നാലും ഞാൻ പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ സമ്പത്തിനെയും കുഞ്ഞുങ്ങളെയും ജീവിതത്തിൻ്റെ നന്മകളെയും ജീവിതത്തിൻ്റെ പുതിയ സ്ഥലത്തെ സമൃദ്ധികളെയും ജീവിതാനുഭവങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്കതിനെല്ലാം പുതിയൊരു മീനിങ്ങും പുതിയൊരു അനുഭവവും നമുക്ക് ലഭിക്കും. അങ്ങനെ ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന എല്ലാത്തിനെയും കണ്ട് പത്രോസിനെ പോലെ കർത്താവിനോടുകൂടെ ചേർന്ന് യാത്ര ചെയ്യാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിനെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.